സ്മാരകം തകർത്തവർ ഇപ്പോഴും പാർട്ടിയിലുണ്ട്. കൃഷ്ണപിള്ള സ്മാരകം തകർത്തതിൽ അന്വേഷണം തടഞ്ഞത് മുഖ്യമന്ത്രി എന്ന ഗുരുതര ആരോപണവുമായി ജി സുധാകരൻ. ഭാഗ്യം നീ അറിഞ്ഞോ? എല്ലാം തകർന്നു. പറയാതിരിക്കാൻ പറ്റില്ല മോനെ. പാതിരാത്രിയിൽ സജി ചെറിയാൻ സ്ഥലത്തെത്തിയതിൽ ദുരൂഹതയുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. സ്മാരകം തകർത്തവർ ഇപ്പോഴും പാർട്ടിയിലുണ്ടായെന്നും ജി സുധാകരൻ. ഇല്ല പച്ചക്കള്ളം. വിശ്വസിക്കാൻ പറ്റിയ തെളിവുകൾ വല്ലതും ഉണ്ടോ? തെളിവുണ്ട്. എവിടെ? ചെങ്ങന്നൂരിലെ LDF സ്ഥാനാർത്ഥി കൂടിയായ മന്ത്രി സജി ചെറിയാനെ തിരഞ്ഞെടുപ്പ് കാലത്ത് സംശയനിഴലിൽ നിർത്തുന്ന വിമർശനമാണ് കൃഷ്ണപിള്ള സ്മാരകം ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ജി സുധാകരൻ നടത്തിയത്. പക്ഷെ ഒരു കാര്യം, മൂക്കോളം മുങ്ങി നിൽക്കുന്നവനാ ഞാൻ. ഇനി മുങ്ങാനില്ല. എന്നെയും എന്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണം. നീ ഒരു സൂത്രശാലിയായ കുറുക്കനാണ്. അപേക്ഷയുടെ പുതിയ ഭാഷയുമായി വന്നിരിക്കുന്നു. അന്വേഷണം നടത്താൻ സമ്മതിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്ത്? ആരാണ് തകർത്തെന്നുള്ള അങ്ങേക്ക് സൂചനകളുണ്ട്? ഇല്ല. എടോ, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് നമുക്കോട്ട് ഊഹിക്കാൻ പാടില്ലേ? ആരാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ രാത്രി 2:30 മണിക്ക് അവിടെ എത്തിയ ഒരാളുണ്ട്. സജി ചെറിയാൻ. പ്രിയമാർന്ന ജനസേവകൻ സജി ചെറിയാൻ ഒരഭിമാന താരമായി മാറി. ചെങ്ങന്നൂരിന്റെ അഭിലാഷമായി. പോലീസ് കേസെടുത്തവരല്ല യഥാർത്ഥ പ്രതികൾ. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടുക, അങ്ങനെ ഒരു പഴമൊഴിയുണ്ട് പണ്ട് നാട്ടില്. സ്മാരകം തകർത്തവർ ഇപ്പോഴും പാർട്ടിയിലുണ്ട്. രാത്രി 2:30 മണിക്ക് ഇയാൾ അവിടെ എത്തിയിട്ടുണ്ട്. എന്തിനെത്തി? സമാധാനമായിട്ടെടുത്തു. പുരുഷ എന്നെ അനുഗ്രഹിക്കണം. ജില്ലാ സെക്രട്ടേറിയറ്റ് അന്വേഷണം ആവശ്യപ്പെട്ടെങ്കിലും വേണ്ടെന്ന് പിണറായി വിജയൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് കഥ. വിനാശകാലേ വിപരീത ബുദ്ധി. അവൻ അവന്റെ കുഴി തോണ്ടിക്കഴിഞ്ഞു. അന്വേഷണം വേണ്ടെന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനമാണെന്നും ജി സുധാകരൻ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. കഴിവേറി മോനെ, നീയൊന്നും ഗുണം പിടിക്കൂല. ഈ ഓശര ഗുണം പിടിക്കൂല. അവരുടെ സഹകരണ പേരിൽ കേസെടുത്തത് അവരാരും വേണ്ട നടത്തുന്നത്. അവരൊന്നും നടത്തിട്ടൊന്നുമില്ല. തകർത്തവർ പാർട്ടിയിലുണ്ടോ? എല്ലാവരും ഉണ്ട്. സെക്രട്ടേറിയറ്റ് അന്വേഷിക്കാൻ തീരുമാനിച്ചു. അത് വേണ്ടാന്ന് പറഞ്ഞു. ആ തീരുമാനം എവിടെ നിന്നാ വന്നത്? വേണ്ട എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എന്നാലും ഏകദേശം പറയാം. അത് സ്റ്റേറ്റ് സെക്രട്ടറി വന്നു. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനിയൊക്കെ നിങ്ങൾ ചെയ്യേ. സജി ചെറിയാൻ പൊളിറ്റിക്കൽ ക്രിമിനലുകളുടെ നേതാവാണെന്നും ജി സുധാകരൻ ആരോപിച്ചു. പ്രിയമാർന്ന ജനസേവകൻ സജി ചെറിയാൻ ഒരഭിമാന താരമായി മാറി.